നമസ്കാരം, ബിഗ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. ശശി തരൂരുമായി ബന്ധപ്പെട്ട എല്ലാ വിവാദങ്ങളും അവസാനിച്ചു എന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ. അദ്ദേഹം വലിയ ദ്രോഹമൊന്നും പറഞ്ഞിട്ടില്ല. ചിലർ അതിനെ വ്യാഖ്യാനിച്ചു വലുതാക്കിയതാണ്. നേതാക്കളുടെ പ്രതികരണം അവരുടെ സ്വഭാവം അനുസരിച്ച് ആവണമെന്നും K. സുധാകരൻ വ്യക്തമാക്കി. വയനാട് ഉരുൾപൊട്ടലിൽ പൂർണ്ണമായി തകർന്ന ചൂരൽമല പാലം കൂടുതൽ ഉറപ്പോടെ പുനർനിർമ്മിക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. ഇതിനായി 35 കോടിയുടെ പദ്ധതി അംഗീകരിച്ചതായി അദ്ദേഹം വെളിപ്പെടുത്തി. ചൂരൽമല ടൗണിൽ നിന്ന് മുണ്ടക്കൈ റോഡിലേക്ക് എത്തുന്ന രീതിയിലാണ് പാലം നിർമ്മിക്കുക. മന്ത്രിസഭായോഗം പുതിയ മദ്യനയത്തിന് അംഗീകാരം നൽകിയില്ല. പുതിയ മദ്യനയം എക്സൈസ് മന്ത്രി MB രാജേഷ് ക്യാബിനറ്റിൽ അവതരിപ്പിച്ചിരുന്നു. ഏതാനും ഘടകകക്ഷി മന്ത്രിമാർ ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ച വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. കള്ളുഷാപ്പുകളുടെ ക്ലാസിഫിക്കേഷനും ദൂരപരിധിയും കൂടുതൽ ചർച്ചാ വിഷയമാവണമെന്നും ആവശ്യം ഉയർന്നിരുന്നു. ഇടുക്കി മൂന്നാറിൽ ബസ് മറിഞ്ഞ് 2 പേർ മരിച്ചു. എക്കോ പോയിന്റിൽ തമിഴ്നാട്ടിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബസ്സാണ് മറിഞ്ഞത്. സംഭവ സ്ഥലത്ത് വച്ച് തന്നെ 2 പേരും മരിച്ചിരുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവർ മൂന്നാറിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് അറിയുന്നത്. അപകട കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊളിക്കുക എന്ന ലക്ഷ്യമിട്ടാണ് കേരളം നിയമവ്യവഹാരങ്ങൾ കോടതിയിൽ നടത്തിയതെന്ന് തമിഴ്നാട്. കേരളം 25 വർഷത്തെ നിയമ പോരാട്ടത്തിലൂടെ ശ്രമിച്ചത് അണക്കെട്ട് പൊളിക്കുക എന്ന സാഹചര്യത്തിൽ എത്തിക്കുക എന്നതാണ്. പഴയ ഡാം പൊളിച്ച് പുതിയത് നിർമ്മിക്കാനാണ് കേരളത്തിന്റെ ശ്രമമെന്നും തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. SFIയെ ഉപദേശിച്ചു പിണറായി വിജയൻ. നിങ്ങൾ തെറ്റുകൾ ചെയ്യാതിരിക്കൂ, സംശുദ്ധ പ്രവർത്തനം തുടരണം. SFIയുടെ പ്രത്യേകത കാത്തുസൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്നാണ് പിണറായി വിജയൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത്. വയറുവേദനയെ തുടർന്ന് കുട്ടികളുടെ ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന 3 വയസ്സുകാരി മരിച്ചു. കട്ടപ്പനയിലെ ആശാ വിഷ്ണു ദമ്പതികളുടെ മകൾ അപർണികയാണ് മരണപ്പെട്ടത്. മരണകാരണം ചികിത്സാ പിഴവ് എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. എന്നാൽ ഹൃദയാഘാതമാണെന്നാണ് ആശുപത്രി അധികൃതരുടെ വാദം. 1 മാസത്തിലേറെയായി മസ്തിഷ്കത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലായിരുന്ന ആനയെ പിടികൂടി. തുടർ ചികിത്സയ്ക്കായി ചെക്ക് പോസ്റ്റ് വഴി കോടനാട് കൊണ്ടുപോയി. രാവിലെ 5 മണിയോടെ കുങ്കിയാനകളുടെ സഹായത്തോടെയാണ് ദൗത്യം ആരംഭിച്ചത്. കോടനാട് അഭയാരണ്യത്തിലേക്ക് കൊണ്ടുപോയ ആനയെ അവിടെ പാർപ്പിച്ച് ചികിത്സ നടത്തി പൂർണ്ണമായി ഭേദമായതിനു ശേഷം മാത്രമേ പുറത്തുവിടൂ. 7 മാസം പ്രായമായ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് വധശിക്ഷ. കൊൽക്കത്തയിൽ അമ്മയോടൊപ്പം കിടന്നുറങ്ങിയ കുഞ്ഞിനെയാണ് ഇയാൾ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം വഴിയരികിൽ ഉപേക്ഷിച്ചത്. കുട്ടി ഇപ്പോൾ RG കർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കണ്ടാണ് പ്രതിയായ രാജീവ് ഘോഷിന് കോടതി വധശിക്ഷ വിധിച്ചത്. ICC ഏകദിന ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യക്ക് നേട്ടം. പാക് താരം ബാബർ അസമിനെ പിന്തള്ളി ശുഭ്മാൻ ഗിൽ 1ാമതെത്തി. ആദ്യ പന്തിൽ 4 ഇന്ത്യക്കാരാണ് ഇടം പിടിച്ചത്. ചാമ്പ്യൻസ് ട്രോഫിയുടെ ഉദ്ഘാടന ദിനത്തിലാണ് ICCയുടെ പുതിയ റാങ്കിംഗ് പട്ടിക പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ 3ാമതും വിരാട് കോഹ്ലി 6ാമതും ശ്രേയസ് അയ്യർ പട്ടികയിൽ 9ാമതുമാണ്. 773 പോയിന്റുമായി ബാബർ അസമാണ് 2ാമത്. ഹെൻറിച്ച് ക്ലാസർ 4ാമതും ഡാരിൻ മിച്ചൽ പട്ടികയിൽ 5ാമതുമാണ്.